എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 15, 16, 17 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് സ്വർഗലോകത്തിലെ നന്ദനവനത്തിൽ വളർത്തിയിരുന്നതായ പാരിജാത വൃക്ഷം അതും അപഹരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പോരാൻ പുറപ്പെട്ടു. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞയച്ചതായിട്ടുള്ള ദേവന്മാരെല്ലാവരും കുറേ പേരൊക്കെ വന്നിട്ട് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്യുന്നതിന് അവിടെ ഏറ്റവും ശക്തമായിട്ട് നിന്നത് താർക്ഷ്യൻ അഥവാ ഗരുഡൻ തന്നെയാണ്. അതാണ് പറഞ്ഞു വരണത്. യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഗരുഡനോട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. പറന്നു പൊന്തിയതായിരുന്നു. താഴത്തേക്ക് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു എന്നാണ് പറയണത്. നമുക്ക് ആദ്യം 15ാമത്തെ ശ്ലോകം നോക്കാം. യാവത് സ്വയം വാഞ്ഛതി യോദ്ധുമീശ സുരാവലേപം വ്യപനേതുകാമ പ്രാരബ്ധചണ്ഡാനിലഭീഷണാഭ്യാം താവത് ഗരുത്മാൻ യുയുധേ ഗരുദ്ഭ്യാം. ആദ്യം പദപരിചയം നടത്താം. യാവത് സ്വയം വാഞ്ഛതി യോദ്ധും ഈശ സുരാവലേപം വ്യപനേതുകാമ പ്രാരബ്ധചണ്ഡാനിലഭീഷണാഭ്യാം താവത് ഗരുത്മാൻ യുയുധേ ഗരുദ്ഭ്യാം. ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. യാവത് സുരാവലേപം വ്യപനേതുകാമ ഈശ. എപ്പോഴാണോ, യാവത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ, ഏത് സമയത്താണോ, സുരാവലേപം സുരന്മാരുടെ അവലേപം. അവലേപം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ദേവന്മാർക്ക് വളരെയധികം അഹങ്കാരം ഉണ്ടായി. ശ്രീകൃഷ്ണനോടാണ് എതിരിടുന്നത് എന്നുള്ളതൊന്നും ആലോചിക്കാണ്ടെയാണ് അവരെല്ലാവരും കൂടിയിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. ആ അഹങ്കാരം ഇല്ലായ്മ ചെയ്യുന്നതിന് വ്യപനേതുകാമ സുരാവലേപം വ്യപനേതുകാമ ഈശ. ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അതിനായിട്ട് പുറപ്പെട്ട ഈശൻ ശ്രീകൃഷ്ണൻ സ്വയം യോദ്ധും വാഞ്ഛതി താവത്. അവിടെ ആ ദേവന്മാരോട് മുഴുവനും എതിരിടാൻ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രീകൃഷ്ണൻ അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ, അതാണ് സ്വയം യോദ്ധും വാഞ്ഛതി താവത്. സ്വയം തന്നെത്താനെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ, അതേ സമയത്തു തന്നെ താവത്, അപ്പോൾ, യാവത് താവത്, എപ്പോഴാണോ പുറപ്പെട്ടത് അപ്പോൾ. എന്താണുണ്ടായത്? ഗരുത്മാൻ പ്രാരബ്ധചണ്ഡ അനിലഭീഷണാഭ്യാം ഗരുദ്ഭ്യാം യുയുധേ. ഗരുത്മാൻ എന്ന് പറഞ്ഞാൽ, ഗരുത് എന്ന് പറഞ്ഞാൽ നല്ല വീതിയേറിയ, നല്ല വ്യാപിച്ചു നിൽക്കുന്നതായ ചിറക് എന്നർത്ഥം. അതുള്ളവൻ ഗരുത്മാൻ. ഗരുഡൻ എന്നർത്ഥം വലിയ ചിറകുകളുള്ള ആ ഗരുഡൻ. ഗരുത്മാൻ പ്രാരബ്ധ ചണ്ഡാനിലഭീഷണാഭ്യാം ഗരുദ്ഭ്യാം. തൻ്റെ ചിറകുകൾ കൊണ്ട്, ഗരുദ്ഭ്യാം ചിറകുകൾ കൊണ്ട്. എങ്ങനെയുള്ള ചിറകായിരുന്നു? പ്രാരബ്ധ ചണ്ഡ അനില ഭീഷണാഭ്യാം. അത് ആ ചിറകുകളൊന്ന് വീശിയാൽ മതി, കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ശക്തിയാണ് വന്ന് പതിക്കുക. അതാണ് പ്രാരബ്ധ ചണ്ഡ അനില ഭീഷണാഭ്യാം. കൊടുങ്കാറ്റ് വീശി വരുന്നതാണോ എന്ന് തോന്നത്തക്കതായ അത്രയ്ക്ക് വലിയ ചിറകുകൾ വീശിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണനാണ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടതെങ്കിലും ശ്രീകൃഷ്ണനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന ഭാവത്തോടു കൂടിയിട്ട് ഗരുഡൻ തൻ്റെ ഭീമമായിട്ടുള്ള ചിറകുകൾ വീശി ആ ചിറകിൻ്റെ കാറ്റേൽപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ആരംഭിച്ചു. അതാണ് പ്രാരബ്ധ ചണ്ഡാനിലൻ. ചണ്ഡാനിലൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് പോലെ ഭീഷണമായിട്ടുള്ള, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഭീഷണമായിട്ടുള്ള ആ ചിറകുകൾ കൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട്, ദേവന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് ഗരുഡൻ ആരംഭിച്ചു എന്നർത്ഥം. എന്നിട്ട് എന്തായിരുന്നു ആ യുദ്ധം, എങ്ങനെയായിരുന്നു എന്ന് പറയാണ്. 16ാമത്തെ ശ്ലോകം നോക്കൂ. സുപർണപക്ഷാഗ്രപരാഹതാനി പേതുർന്ന ശസ്ത്രാണി ഹരൗ സുരാണാം വ്യോമ്യേവ ചേരുഃ പവനാകുലാനി പലാലജാലപ്രതിമാനി താനി. ആദ്യം പദച്ഛേദം പറയാം. സുപർണപക്ഷ അഗ്രപരാഹതാനി പേതു ന ശസ്ത്രാണി ഹരൗ സുരാണാം വ്യോംനി ഏവ ചേരു പവനാകുലാനി
പലാലജാല പ്രതിമാനി താനി. ദേവന്മാരെ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് അസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ പ്രയോഗിച്ചു. അതിനൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് പറയാണ്. സുരാണാം സുവർണപക്ഷാഗ്രപരാഹതാനി ശസ്ത്രാണി. സുരന്മാരുടെ ശസ്ത്രങ്ങൾ, സുരന്മാരെ ഭഗവാന്റെ നേർക്ക് അല്ലെങ്കിൽ സത്യഭാമയുടെയൊക്കെ നേർക്ക് പ്രയോഗിച്ചതായിട്ടുള്ള ആയുധങ്ങൾ, അതാണ്. ആ ആയുധങ്ങൾക്ക് എന്താ സംഭവിച്ചത്? സുപർണപക്ഷാഗ്രപരാഹതാനി. സുപർണൻ്റെ പക്ഷാഗ്രങ്ങളെ കൊണ്ട് അടിച്ചു തെറിപ്പിച്ചതായ, ഇങ്ങോട്ട് പ്രയോഗിച്ചതായ, ശ്രീകൃഷ്ണൻ്റെ മേലേക്ക് എത്തണമെന്ന് വിചാരിച്ച് പ്രയോഗിച്ചതായിട്ടുള്ള കഠിനമായിട്ടുള്ള ആയുധങ്ങൾ, ആ ആയുധങ്ങളെ മുഴുവനും തന്നെ ഗരുഡനാണ് അടിച്ചു തെറിപ്പിച്ചത് തൻ്റെ പക്ഷങ്ങളെ കൊണ്ട്. സുപർണ പക്ഷാഗ്രം, സുപർണൻ ഗരുഡൻ, ഗരുഡൻ്റെ പക്ഷങ്ങൾ, ചിറകുകൾ, അതിൻ്റെ അഗ്രഭാഗം കൊണ്ട് പരാഹതങ്ങളായി തിരിച്ചു പറഞ്ഞയച്ച, ശ്രീകൃഷ്ണനെ ആക്രമിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തിരിച്ചു പറഞ്ഞയച്ചതായ അല്ലെങ്കിൽ അടിച്ചു തെറിപ്പിച്ചതായിട്ടുള്ള ശസ്ത്രാണി, ശസ്ത്രങ്ങൾ, ആയുധങ്ങൾ. ഹരവു ന പേതു. ആ ആയുധങ്ങളൊന്നും എവിടേക്ക് എത്തിയില്ല? ഹരിയുടെ അടുത്തേക്ക് എത്തിയില്ല. അതാണ് ഹരവു, ഹരിയിൽ, ഹരിയുടെ അടുത്തേക്കൊന്നും ന പേതു, വന്ന് പതിച്ചില്ല. മാത്രമല്ല അതിനെന്താ സംഭവിച്ചത്? പവനാകുലാനി പലാലജാല പ്രതിമാനി താനി വ്യോംനി ഏവ ചേരു. ആ ശസ്ത്രങ്ങൾ, ആയുധങ്ങൾ, അസ്ത്രങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള വാള് അല്ലെങ്കിൽ ഗദ പോലെയുള്ള ആയുധങ്ങളൊക്കെ പെടും. ആ ആയുധങ്ങളൊക്കെ തന്നെ പവനാകുലാനി, കാറ്റ് പിടിച്ച് പോകുന്നതായ, കാറ്റിൻ്റെ ശക്തിയിൽ പറന്നു പോകുന്നതായ പലാലങ്ങളെ പോലെ. പലാലം എന്ന് പറഞ്ഞാൽ പതിരുകൾ എന്നർത്ഥം. പതിരിൻ്റെ ഉള്ളിൽ അരിമണികളൊന്നും ഉണ്ടാവില്ലല്ലോ, അത് വെറും പാഴ്വസ്തുവാണ്. നെല്ലിൻ്റെ കൂട്ടത്തിൽ കാണുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ അരിമണിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊരു പാഴ്വസ്തുവാണ്, ഒരു കനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഉപമ കൊണ്ടുവന്നത്. ഈ സുവർണൻ്റെ അല്ലെങ്കിൽ ഗരുഡൻ്റെ പക്ഷം കൊണ്ട്, ചിറക് കൊണ്ട് അടിയേറ്റതായിട്ടുള്ള ആയുധങ്ങൾ വെറുതെ ഈ പതിര് തെറിച്ചു പോണത് പോലെ, ഒരു കനവുമില്ലാത്തതായ പതിരുകൾ തെറിച്ചു പോകുന്നത് പോലെ, പവനാകുലാനി, കാറ്റത്തിടുമ്പോൾ നല്ല കനമുള്ളതായ അരിമണികൾ അല്ലെങ്കിൽ നെന്മണികൾ താഴത്തേക്ക് വീഴും. ഈ കാറ്റുകൊണ്ട് ഈ പതിരുകൾ തെറിച്ചു പോവുകയും ചെയ്യും. അതുപോലെ ഈ ഗരുഡൻ്റെ പക്ഷം കൊണ്ടുള്ള, ചിറകു കൊണ്ടുള്ള കാറ്റേറ്റിട്ട് പതിരുകൾ എങ്ങനെയാണോ പറന്നു പോണത്, കാറ്റത്ത് പറന്നു പോകുന്നത്, അതുപോലെ ഈ നിസാരങ്ങളായിട്ടുള്ള ആയുധങ്ങൾ ഭഗവാന്റെ മേലേക്ക് വരാതെ ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അതാണ് പലാല ജാല പ്രതിമാനി. പലാലത്തിൻ്റെ കൂട്ടം പറന്നു പോകുന്നത് പോലെ വ്യോംനി ഏവ ചേരു. അവ ആകാശത്തു കൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അത് എവിടെയും വീണില്ല. താഴത്തേക്ക് വീഴണമെങ്കിൽ മിനിമം കുറച്ച് കനമെങ്കിലും വേണം, കുറച്ച് ഭാരം വേണം. അതുപോലും ഇല്ലാത്തതായിട്ട് ആകാശമാർഗത്തിൽ കൂടെ എങ്ങടൊക്കെയോ സഞ്ചരിച്ചു എന്നർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞത്. പലാലജാല പ്രതിമാനി താനി വ്യോംനി ഏവ ചേരു. ഇവിടെ ഉപമാലങ്കാരം വളരെ ഭംഗിയായിട്ട്, ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപമാലങ്കാരമാണ് കവി പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 117 ശ്ലോകം കൂടി നോക്കാം. താർക്ഷ്യാനിലക്ഷോഭവശാദമർത്യൈ ദ്രുതം പദദ്ഭിർദ്രുതമുത്പദദ്ഭി ക്ഷണം ചകാരേവ ഹരേർ ജയശ്രീർയുദ്ധാംഗണേ കന്തുകകേളിമുച്ചൈ. ആദ്യം പദച്ഛേദം പറയാം. താർക്ഷ്യാനിലക്ഷോഭവശാദ് അമർത്യൈ ദ്രുതം പദദ്ഭി ദ്രുതം ഉത്പദദ്ഭി ക്ഷണം ചകാര ഇവ ഹരേഃ ജയശ്രീഃ യുദ്ധാംഗണേ കന്തുകകേളിം ഉച്ചൈഃ. ഇവിടെയും വേറൊരു ഉപമാലങ്കാരം അല്ലെങ്കിൽ ഒരു ഉത്പ്രേക്ഷാലങ്കാരമൊക്കെയാണ്, ക്രിയോത്പ്രേക്ഷയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. താർക്ഷ്യാനിലക്ഷോഭവശാദ് ദ്രുതം പദദ്ഭി ദ്രുതം ഉത്പദദ്ഭി അമർത്യൈഃ. ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണല്ലോ പറഞ്ഞത്. ആ ദേവന്മാർ അവരൊക്കെ എന്താണ് ഉണ്ടായത്? താർക്ഷ്യാനില ക്ഷോഭവശാദ് ദ്രുതം പദദ്ഭി. താർക്ഷ്യൻ്റെ, ഗരുഡൻ്റെ ചിറകടികൾ കൊണ്ട് കൊടുങ്കാറ്റാണ് അവിടെ വീശണത്. അതാണ് താർക്ഷ്യ അനിലൻ. ആ കൊടുങ്കാറ്റിൻ്റെ ക്ഷോഭം കൊണ്ട് ദ്രുതം പദദ്ഭി, വേഗം വേഗം വീഴുന്നവരായിട്ടുള്ള ദേവന്മാർ. അതുപോലെ തന്നെ ദ്രുതം ഉത്പദദ്ഭി, വേഗം അവിടെ നിന്ന് തെറിച്ചു പോകുന്നവർ. ചിലരൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്, ചിലരൊക്കെ തെറിച്ചു പോകുന്നുണ്ട് ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട്. ഗരുഡൻ്റെ ചിറകടിയുടെ ശക്തി കൊണ്ട് ഉണ്ടാകുന്ന
ദേവന്മാർക്കുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. ചിലരൊക്കെ താഴെ വീഴുന്നു, ചിലരൊക്കെ പറന്നു പോകുന്നു. അങ്ങനെയുള്ള ദേവന്മാർ ദ്രുതം പദദ്ഭി ദ്രുതം ഉത്പദദ്ഭി അമർത്യൈഹി, അങ്ങനെയുള്ള ദേവന്മാരാൽ, അങ്ങനെ ദേവന്മാരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഹരേഹേ ജയശ്രീഹി, ഹരിയുടെ ജയശ്രീ, ഹരി ജയിച്ചുല്ലോ, അതായത് ശ്രീകൃഷ്ണൻ്റെ വിജയം അവിടെ സംഭവിച്ചു. അപ്പോൾ ഹരിയുടെ പക്ഷത്ത് വന്നു ചേർന്നതായിട്ടുള്ള വിജയശ്രീ, അതൊരു സ്ത്രീയായിട്ട് വർണ്ണിക്കുകയാണ്. ആ വിജയശ്രീ എന്താണ് ചെയ്തത്? യുദ്ധാംഗണേ ക്ഷണം ഉച്ചൈഹി കന്തുകകേളിം ചകാര ഇവ, ആ യുദ്ധാങ്കണത്തിൽ ദേവന്മാരും ശ്രീകൃഷ്ണനും തമ്മിലുള്ളതായ യുദ്ധം, ആ യുദ്ധം നടക്കുന്ന യുദ്ധഭൂമിയിൽ ക്ഷണം അല്പനേരത്തേക്ക് ഉച്ചൈഹി നല്ല രീതിയിൽ തന്നെ, വളരെ വർദ്ധിച്ച രീതിയിൽ തന്നെ കന്തുകകേളിം ചകാര ഇവ, കന്തുകകേളി എന്ന് പറഞ്ഞാൽ പന്തുകളി, പന്തുകളിയിൽ ഏർപ്പെട്ടതുപോലെയായി, പന്തുകളി നടത്തിയതുപോലെയായി. എന്താണ് കന്തുക ക്രീഡ നടത്തിയത്? പന്തുകളി എന്തിനാണ് നടത്തിയത്? പന്തുകളി നടത്തുക എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ജയിച്ചതിൻ്റെ സൂചകമായിട്ട് ഒരു കളി നടത്തിയതുപോലെ. അതായത് ദേവന്മാരും ശ്രീകൃഷ്ണനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ ജയിച്ചു. എവിടെ പോയിട്ടാണ്? സ്വർഗ്ഗലോകത്തിൽ പോയിട്ടാണെങ്കിൽ പോലും ശ്രീകൃഷ്ണൻ ജയിച്ചു, ദേവന്മാരൊക്കെ തോറ്റും പോയി. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ്റെ ജയശ്രീ അവിടെ വന്നിട്ട് ഒരു കന്തുക ക്രീഡ അവതരിപ്പിച്ചതുപോലെ അത്രയ്ക്ക് വിജയശ്രീ ലാളിതരായിട്ടാണ് ശ്രീകൃഷ്ണനൊക്കെ അവിടെ ശോഭിച്ചത് എന്നർത്ഥം. ഇന്ദ്രലോകത്ത് പോയിട്ടും ശ്രീകൃഷ്ണൻ തന്നെയാണ് ജയിച്ചത് എന്ന് പറയാനാണ് കവി ഉദ്ദേശിക്കുന്നത്. എത്ര വലിയ ദേവന്മാർ വന്നാലും അവരെയൊക്കെ തോൽപ്പിക്കാൻ ശ്രീകൃഷ്ണൻ പോലും വേണ്ട, ഗരുഡൻ മതി. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടതാണ്, ശ്രീകൃഷ്ണനും അർജുനനും ഒക്കെ സത്യയുടെ കൊട്ടാരത്തിൽ നിന്ന്, കോസലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വലിയ വലിയ ശത്രുക്കൾ, അതായത് സത്യയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള ശിശുപാലൻ മുതലായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ശ്രീകൃഷ്ണനെ തോൽപ്പിക്കാൻ വന്നു എന്നും അവിടെ വെച്ചിട്ട് അർജുനനാണ് അവരോടൊക്കെ ഏറ്റുമുട്ടിയത്, ശ്രീകൃഷ്ണൻ അവിടെ ഒന്നും ചെയ്തില്ല എന്നും പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയണത്. ശ്രീകൃഷ്ണനോട് ഏറ്റുമുട്ടാൻ വന്നിട്ടുള്ള ദേവന്മാരെ എല്ലാവരെയും തന്നെ ഗരുഡനാണ് ഓടിച്ചത് എന്നാണ് പറയണത്. നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. യാവത് സ്വയം വാഞ്ഛതിയോദ്ധുമീശ സുരാവലേപം വ്യപനേതുകാമ പ്രാരബ്ധചണ്ഡാനിലഭീഷണാഭ്യാം താവദ്ഗരുത്മാൻ യുയുധേ ഗരുദ്ഭ്യാം സുവർണപക്ഷാഗ്രപരാഹതാനി പേതുർന്ന ശസ്ത്രാണി ഹരൗ സുരാണാം വ്യോമ്യേവ ചേരുഃ പവനാകുലാനി പലാലജാലപ്രതിമാനി താനി താർക്ഷ്യാനിലക്ഷോഭവശാദമർത്യൈഃ ദ്രുതം പദദ്ഭിർദ്രുതമുത്പദദ്ഭിഃ ക്ഷണം ചകാരേവ ഹരേർജയശ്രീർയുദ്ധാംഗണേ കന്തുകകേളിമുച്ചൈഃ. ഇനി ബാക്കി യുദ്ധവർണ്ണനകളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.